നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ 1000 കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു. മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 1000 കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു. ഹൈബിയുടെ MP ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഷമീർ വളവത്ത് അധ്യക്ഷത വഹിച്ചു. റഫീഖ് ഉസ്മാൻ സേട്ട്, അസീസ് ഇസാഖ് സേട്ട്, സൈനുദ്ദീൻ ലത്തീഫ്, സുജിത് മോഹൻ എന്നിവർ സംസാരിച്ചു. 6 വർഷമായി മഹാത്മാ സ്നേഹ കൂട്ടായ്മ ഇത്തരത്തിൽ എല്ലാ ആഘോഷവേളകളിലും കിറ്റുകൾ വിതരണം ചെയ്തു വരികയാണ്. മനുഷ്യ മനസ്സിനെ നെറ്റിച്ച് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം സമാധാനപരമായി തീരട്ടെ എന്നും ഇനിയൊരു മനുഷ്യൻ യുദ്ധത്തിന്റെ പേരിൽ മരണപ്പെടരുതെന്നും യോഗം ആവശ്യപ്പെട്ടു. നമസ്കാരം. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഈ ഒരു പുണ്യ മാസത്തിൽ മഹാത്മാ സ്നേഹ കൂട്ടായ്മ വീണ്ടും ഒരുമിക്കുകയാണ്. നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് റംസാൻ ഫുഡ് കിറ്റ് നൽകിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. പങ്കുവെക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഒരു മാസമാണ് ഈ കടന്നു പോകുന്നത്. ലോകമെമ്പാടും നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന യുദ്ധം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ സഹോദരങ്ങൾക്ക് കൂടി വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിട്ടാണ് ഈ പുണ്യമാസം കടന്നു പോകുന്നത്. മഹാത്മാ സ്നേഹ കൂട്ടായ്മ നമ്മുടെ ഇടയിൽ എക്കാലവും പ്രളയവും കോവിഡും അതുപോലെ തന്നെ ഒരുപാട് സഹോദരിമാരെ നിർധനരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകി അവരുടെ വിവാഹ സൽക്കാരങ്ങൾ വളരെ മനോഹരമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കുടുംബങ്ങൾക്ക് പങ്കുവെക്കലിൻ്റെ സ്നേഹത്തിൻ്റെ കൂടി സന്ദേശം പകരുന്ന ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം ഇനിയും അവർക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ഫെസ്റ്റിവലിനും നമുക്കറിയാം, ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും റംസാൻ വന്നാലും കുറേ കുടുംബങ്ങളെ നമ്മൾ അറിയാതെപ്പെട്ടവർക്ക് കുറേ കിറ്റുകൾ കൊടുക്കാറുണ്ട് ആ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും റംസാന് 1000-ഓളം കുടുംബങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ കിറ്റുകൾ കൊടുക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഘട്ടമുള്ള തുടക്കം ഇന്നിവിടെ തുടങ്ങുകയാണ്. പോരാത്തതിന് നമ്മൾ ഈ റംസാൻ്റെ ലാസ്റ്റ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അന്നും ഒരു കിറ്റ് നമ്മൾ ഈ പറയുന്ന കുടുംബക്കാർക്ക് കൊടുക്കാറുണ്ട്. അതിൽ ചിക്കൻ ഉൾപ്പെടുന്ന ബിരിയാണി ഐറ്റംസുകൾ ഉൾപ്പെടുന്ന എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള കിറ്റാണ് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ അടങ്ങിയ ഒരു 1500 രൂപയോളം വരുന്ന ഒരു കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഈ പ്രാവശ്യവും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഒരുപാട് സഹപ്രവർത്തകർ നമ്മളെ സഹായിക്കുന്നുണ്ട്. സുമനസ്സുകൾ അവരുടെ പ്രാർത്ഥനയും സഹായവുമാണ് നമുക്കിത് ചെയ്യാൻ കഴിയുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, രാജ്യങ്ങളാകെ തമ്മിലടിച്ച് വല്ലാത്തൊരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അനുശോചിച്ചുകൊണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണത്തിലെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് യുദ്ധങ്ങൾ പാടില്ല, മനുഷ്യനെ സംരക്ഷിക്കുവാനുള്ള രീതിയിൽ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് പറയുന്നു. നമ്മുടെ മഹാത്മാ സ്നേഹ കിച്ചൻ്റെ ഈ പരിപാടിയിൽ നിങ്ങളുടെയും സപ്പോർട്ടും സഹായവും പ്രാർത്ഥനയും ഉണ്ടാകണം. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാ റംസാനിനും ഫുഡ് കിറ്റ് കൊടുക്കാറുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അധികവും കൊടുക്കാൻ സാധിച്ചത് സർവശക്തൻ്റെ അനുഗ്രഹവും അതോടൊപ്പം കുറച്ച് നല്ല മനസ്സുകളുടെ ഉടമകളുടെ സഹായവുമാണ് ഈ കൊടുക്കാൻ സാധിക്കുന്നത്. ഇനിയും വരുന്ന സമയങ്ങളിൽ കൊടുക്കാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം ഈ ഫുഡ് കിറ്റിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. മെഡിസിനായാലും കല്യാണത്തിനുള്ള സഹായങ്ങളായാലും കല്യാണത്തിന് അന്ന് ബിരിയാണി വെച്ച് കൊടുക്കുന്നതായാലും ഡ്രസ്സായാലും
അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അത് ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. കാരണം ആൾക്കാർ, അസുഖമുള്ള ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ക്യാൻസറും ലിവറിൻ്റെ കംപ്ലൈൻറ്റും കിഡ്നി കംപ്ലൈൻറ്റും ഹാർട്ടും ഒക്കെ ആയിട്ടാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് ഓരോരുത്തരും ചിലവ്. ആ ലക്ഷം പോയിട്ട് 1000 രൂപ പോയിട്ട് 100 രൂപ എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് പലരും നമ്മൾ സമീപിക്കുന്നത്. നമ്മളെ കൊണ്ടായിട്ടുള്ള സഹായങ്ങൾ ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.